ഈ മെഡിക്കൽ കോസുകൾ പലതും നമ്മളായി വരുത്തി വെക്കുന്നത് വളരെ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് വയറുവേദന. വയറുവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട്. അത് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് മെഡിക്കൽ, അതായത് തീവ്രത കുറഞ്ഞത്, അല്ലെങ്കിൽ മരുന്നുകൊണ്ട് മാറ്റാവും. മറ്റേത് സർജിക്കൽ, കുറച്ച് തീവ്രത കൂടിയത്, സർജറി വേണ്ടി വന്നേക്കാവുന്നത്. മെഡിക്കൽ കോസുകൾ സാധാരണയായിട്ടും ഈ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന മെൻസ്ട്രൽ പെയിനുകൾ, ഓവുലേറ്ററി പെയിനുകൾ, ഈ ഒരുപാട് സ്ട്രെസ്സ്, ആങ്സൈറ്റിയുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഗ്യാസ്ട്രൈറ്റിസുകൾ, ചെറിയ കിഡ്നിയിലെ കല്ലുകൾ, പിന്നെ കുടലിലുണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ, വിരകൾ, പിന്നെ കൊച്ചുകുട്ടികൾ കാണുന്ന മീസൻട്രിക് അഡിനൈറ്റിസ് എന്നിവയാണ്. ഇതൊക്കെ നമുക്ക് സാധാരണഗതിയിൽ മരുന്ന് കൊണ്ട് മാറ്റാവുന്നതാണ്. കുറച്ച് തീവ്രത കൂടിയതാണ് സർജിക്കൽ കോസുകൾ. എല്ലാവർക്കും അറിയുന്ന പോലെ അപ്പൻഡിസൈറ്റിസ്, ഗോൾ സ്റ്റോൺസ്, ഹെർണിയ, കുടസ്തംഭനം, പെർഫറേഷൻ, കുടലിൽ പൊട്ടുന്ന സാഹചര്യങ്ങൾ. അത് ആമാശയം, ചെറുകുടൽ, വൻകുടൽ, പിത്തസഞ്ചിയിലാണ് സാധാരണ അത് പൊട്ടാറ്. പിന്നെ ചില ട്യൂമേഴ്സുകൾ, പിന്നെ ഈ ടോർഷൻ ഓവറി, ട്യൂബൽ പ്രഗ്നൻസി എന്നിവയെല്ലാം സർജറി വേണ്ടി വന്നാക്കാവുന്ന സാഹചര്യങ്ങളാണ്. ഒരു സാധാ അൾട്രാസൗണ്ട് എടുത്താൽ ഇതിലേതാണ് ഏറെക്കുറെ നമുക്ക് ധാരണയാവും. പിന്നെ ഈ മെഡിക്കൽ കോസുകൾ പലതും നമ്മളായി വരുത്തി വെക്കുന്നതാണ്. അത് നമ്മളെ പ്രതിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിട്ടയിലൊരു മാറ്റം വരുത്താം. അതായത് നമുക്ക് ഈ സമയത്തിന് ആഹാരം കഴിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക, നഖം കൃത്യളവിന് വെട്ടുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, കൈ സോപ്പിട്ട് കഴിക്കുന്നതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക, വൃത്തിഹീനമായ സാഹചര്യത്തിൽ പാചകം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുക. പിന്നെ ഒരു കാര്യം കൂടി, സേ നോ ടു ആൽക്കഹോൾ, സ്മോക്കിംഗ് ആൻഡ് ഡ്രഗ്സ്. താങ്ക് യു.